അങ്ങനെ ഒരു നല്ലൊരു മഴ പെയ്ത് തുറന്നതിന് ശേഷം ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ പപ്പൻ്റെ വീട്ടിലല്ലായിരുന്നോ. അപ്പോൾ അത് അനിയനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അവന് ഭയങ്കര മടിയാണ് വീഡിയോയ്ക്ക് വരാൻ. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ അതാ കുറച്ച് കുടംപുളി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശൈലജ ചേച്ചി എന്ന് പറയും, ഞങ്ങളടുത്ത് ഒരു ചേച്ചി കേട്ടോ, നല്ല കമ്പനിയാണ്, ചേച്ചി കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും അതൊക്കെ ഇരുന്നൊന്ന് നേരാക്കി. അപ്പോൾ അപ്പുറത്ത് അമ്മ ഇരുന്നിട്ട് ഇതാ ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ചക്കൊക്കെ ശരിയാക്കി വെച്ചുട്ട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഇത് അനിയനാട്ടോ, അവന് വീഡിയോയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ്. കണ്ടില്ലേ, വീഡിയോ എടുക്കാൻ സമ്മതിക്കന്നെ ചെയ്യില്ല. അങ്ങനെ മടി പറഞ്ഞ പിന്നെ അവൻ കാണാതെ എടുക്കണം. അങ്ങനെ അവൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടോ. അപ്പം അപ്പോഴേക്കിതാ അമ്മ അതാ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. ചക്കപ്പായസമൊക്കെ എടുത്ത് ഞാനതൊന്ന് ഇപ്പം തന്നെ കുറച്ച് ലേശം എടുത്ത് നോക്കുക കേട്ടോ ഇരുന്നിട്ട്, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ആദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ രുചി അറിയണ്ടേ. അപ്പം ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, ഒന്നും പറയല്ല എന്ന് തന്നെ ഞാൻ പറയണേ. അങ്ങനെ വേറെ ഉണ്ടോ കഷ്ടം. നമ്മളെ വീട്ടിലേക്ക് ഇവിടെ ആലിക്കപ്പറമ്പ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കുറുമ്പൻസിന് തീരെ വയ്യ, ഭയങ്കര ശ്വാസം മുട്ടൽ, പനി, ജലദോഷം ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി. എന്തെങ്കിലുമൊക്കെ തീരുമെന്ന് വിചാരിക്കണൂല്ലേ. അവർക്ക് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടാവുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞങ്ങൾ ആശുപത്രിക്ക് പോവാറ്. ആദ്യമൊക്കെ ഒറ്റപ്പാലത്തെ കാണിച്ചിരുന്നു, പിന്നെ നമുക്ക് ദൂരം കൂടുതലല്ലേ വിചാരിച്ച് ഇപ്പോൾ അബൂബക്കർ സാറിനെ ആയിട്ട് ഞങ്ങൾ കാണിക്കുക. രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ടേ നേരത്തെ പോയി ഞങ്ങൾ ഡോക്ടറെ കാണാം. 10 മണിയുടെ മുന്നേ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ പോയി. അപ്പോൾ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാബുവേട്ടൻ്റെ വണ്ടിയിലാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ പോകുമ്പോൾ കുർബൻസ് പറയുന്നുണ്ട്, അമ്മ വയ്യ, തീരെ വയ്യ അമ്മ, ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇതാ ഞങ്ങൾ റിസപ്ഷനിലെത്തി. അവിടെ ഫയലൊക്കെ കൊടുത്ത് ബില്ലൊക്കെ അടച്ചു. അങ്ങനെ വെയിറ്റ് നോക്കി. കുറുമ്പൻസിൻ്റെ വെയിറ്റിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്. കാരണം രണ്ടാളും സെയിം, രണ്ടാളും കുറയലില്ല വെയിറ്റ്. അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ, കണ്ടില്ലേ രാവിലെ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇത് അവിടെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്വാലിറ്റി ഒക്കെ പഴയ താഴേന്നും വേറെ ഭാഗത്തേക്ക് ആക്കിയിരിക്കണം, സൈഡിലേക്ക് ആക്കിയിരിക്കണം. അപ്പോൾ കുറുമ്പൻസിന് ആവിയൊക്കെ പിടിച്ചിട്ട് ആദിക്കുട്ടിക്കാട്ടോ കൂടുതൽ. ഇത് നമ്മളെ നീതുവിൻ്റെ അമ്മയാണ് കേട്ടോ, നമ്മളെ കസിനാണ് നീതു. അപ്പോൾ അതാ നമ്മളെ വീഡിയോ സ്ഥിരം കാണാറുള്ള ചേച്ചിയാണ്. ഇന്നലെ എന്താ സൗണ്ട് ഉണ്ടാവാഞ്ഞെന്നൊക്കെ ചോദിച്ചെൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാ കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കുർബൻസിന് വയ്യാണ്ടായി കഴിഞ്ഞ് പിന്നെ അവരടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ ദൃശ്യ സിനിമ ഇരുന്ന് കണ്ട് ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ട്. കാരണം ഒരച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കല്ലേ. നമ്മളൊക്കെ അച്ഛന്മാർ അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര